രണ്ടപ്പം ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കൽപ്പശാഖി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് രണ്ടപ്പം. അമ്മ രണ്ടപ്പം കൊടുത്തു കയ്യിൽ അമ്മണിക്കുട്ടനു തിന്നാൻ, ചെങ്കതിരോന്മറയാറായി വാനിൽ കുങ്കുമപ്പൊട്ടൊഴിയാറായി, ഒന്നവൻ തിന്നു കളിക്കാൻ വേറിട്ടൊന്നുമായി ചെന്നു നിരത്തിൽ, കേറിത്തുളച്ചുടൻ പാഞ്ഞു കാതിൽ കൂരമ്പു പോലൊരു ശബ്ദം. കണ്ണും കരളുമുള്ളോരേ അയ്യോ പുണ്യം പുലർന്ന മാളൂരേ, പൊന്നജമാരെ കാൺമിൻ കനിഞ്ഞെന്നെ പിറവിക്കുരുടൻ, പട്ടിണി കൊണ്ടു പൊരിഞ്ഞു പിച്ച ചട്ടിയിൽ കാശൊന്നുമില്ലേ, വല്ലതുമിട്ടു പോണേ തുള്ളി കല്ലരിക്കഞ്ഞി നീർമൂന്താൻ. അയ്യം വിളിയതു കേട്ടു പൈതൽ നെയ്യപ്പൻ ചട്ടിയിലിട്ടു, തപ്പിയെടുത്തതു തിന്നു പാവം അപ്പോഴേ കുഞ്ഞിനെ വാഴ്ത്തി, തമ്പുരാനെ തരും ദൈവം കൂലി അൻപിളി ദീനെന്നു ചൊല്ലി. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കൽപ്പശാഖി എന്ന കവിതാ സമാഹാരത്തിലുള്ളതാണ് രണ്ടപ്പം എന്ന കവിത. ഉള്ളൂർ ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരു കവിയാണ്. ആധുനിക കവിത്രയം ആരെല്ലാം? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇവിടെ സ്നേഹത്തിന്റെ വ്യത്യസ്തമായ രണ്ടു മുഖങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കവിതയിലേക്ക് നോക്കാം. അമ്മ രണ്ടപ്പം കൊടുത്തു കയ്യിൽ അമ്മണിക്കുട്ടനു തിന്നാൻ. അമ്മ രണ്ടപ്പം എടുത്ത് അമ്മണിക്കുട്ടനു തിന്നാനായിട്ട് കൊടുത്തു. ചെങ്കതിരോന്മറയാറായി വാനിൽ കുങ്കുമപ്പൊട്ടൊഴിയാറായി. ചെങ്കതിരോൻ ചുവന്ന സൂര്യൻ, മറയാറായി വാനിൽ ആകാശത്ത് കുങ്കുമപ്പൊട്ടും ഒഴിയാറായി. അതായത് ചുവപ്പ് കളറിലാണ് സൂര്യൻ കുങ്കുമപ്പൊട്ട് ചാർത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നേരം സന്ധ്യയാകാറായി. ഈ സമയത്താണ് അമ്മ കുട്ടിക്ക് അപ്പം കൊടുത്തത്. ഒന്നവൻ തിന്നു കളിക്കാനായിട്ട് വേറിട്ട് ഒന്നുമായി ചെന്നു നിരത്തിൽ. റോഡിൽ, നിരത്തെന്ന് വെച്ചാൽ റോഡിൽ. ഒരെണ്ണം കഴിച്ചിട്ട് ഒരപ്പവുമായിട്ട് അവൻ റോഡിലേക്ക് ചെന്നു. കേറിത്തുളച്ചുടൻ പാഞ്ഞു കാതിൽ കൂരമ്പു പോലൊരു ശബ്ദം. അപ്പോൾ അവന്റെ കാതിലേക്ക് കൂരമ്പ് പോലുള്ളതായ ശബ്ദം വന്നു. ഏത് ശബ്ദമാണെന്ന് നോക്കാം. കണ്ണും കരളുമുള്ളോരേ അയ്യോ പുണ്യം പുലർന്ന മാളൂരേ, പൊന്നജമാന്മാരെ കാൺമിൻ കനിഞ്ഞെന്നെ പിറവിക്കുരുടൻ. ഞാനൊരു പിറവിക്കുരുടനാണ്, എന്നെ നിങ്ങൾ കണ്ടുകൊള്ളുക. പിറവിക്കുരുടൻ എന്ന് വെച്ചാൽ എന്താ? ജന്മനാ ഞാൻ അന്ധനായവനാണ്. അല്ലയോ കണ്ണും കരളുമുള്ള മനുഷ്യരെ, മാളോരെ, മനുഷ്യരെ, ആളുകളെ, പുണ്യമുള്ള മനുഷ്യരെ, പൊന്നജമാന്മാരെ കാൺമിൻ, എന്നെ കനിഞ്ഞ് എന്നെ പിറവിക്കുരുടനായ എന്നെ കാണുക. പട്ടിണി കൊണ്ടു പൊരിഞ്ഞു പിച്ച ചട്ടിയിൽ കാശൊന്നുമില്ലേ, വല്ലതുമിട്ടു പോണേ തുള്ളി കല്ലരിക്കഞ്ഞി നീർമോന്താൻ. പട്ടിണി കൊണ്ടു പൊരിഞ്ഞു, പിച്ചച്ചട്ടിയിലാണെങ്കിൽ എനിക്ക് കാശൊന്നുമില്ല, അതുകൊണ്ട് വല്ലതും ഇട്ടേച്ചു പോണേ ഈ ചട്ടിയിലേക്ക് തുള്ളി കല്ലരിക്കഞ്ഞി നീർമോന്താൻ. കല്ലും അരിയും എല്ലാം കലർന്നതായ ഇത്തിരി കഞ്ഞി എനിക്ക് മോന്താൻ വേണ്ടിയാണ്. മോന്താൻ എന്ന് വെച്ചാൽ എനിക്ക് കഴിക്കാൻ വേണ്ടിയാണ്. ഇതിന് ഭക്ഷണം വളരെ മോശമാണെന്ന് സൂചിപ്പിക്കാനാണ് മോന്തുക എന്ന പ്രയോഗം എഴുതിയിരിക്കുന്നത്. കല്ലരിക്കഞ്ഞി എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് കാണാൻ വയ്യ, അതുകൊണ്ട് കഴിക്കുന്നത് കല്ലും അരിയും എല്ലാം കൂടി ചേർന്നതായിരിക്കും. അതാണ് കല്ലരിക്കഞ്ഞി എന്ന് പറയുന്നത്. അയ്യം വിളിയതു കേട്ടു പൈതൽ നെയ്യപ്പൻ ചട്ടിയിലിട്ടു. അയ്യം വിളി എന്ന് വെച്ചതാ ദയവ് തോന്നിക്കുന്നതായ ആ വിളി. അത് കേട്ട് പൈതൽ, കുട്ടി, അന്നേരം ആ കുട്ടിയുടെ കയ്യിൽ ഒരു നെയ്യപ്പം ഉണ്ടായിരുന്നു. ആ നെയ്യപ്പം എന്തു ചെയ്തു? ആ വൃദ്ധന്റെ ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തു. തപ്പിയെടുത്തതു തിന്നു പാവം അപ്പോഴേ കുഞ്ഞിനെ വാഴ്ത്തി. തപ്പിയെടുത്തിട്ട് ആ പാവം അത് തിന്നിട്ട് ആ കുഞ്ഞിനെ വാഴ്ത്തുക എന്ന് വെച്ചാൽ എന്താണ്? പുകഴ്ത്തി പറഞ്ഞു. തമ്പുരാനെ തരും ദൈവം കൂലി
അൻപിലീതീനെന്നു ചൊല്ലി. അയ്യോ തമ്പുരാനെ, ദൈവം നിനക്ക് കൂലി തരും. അൻപിൽ, ഈ ദയവിന് ദൈവം തന്നെ നിനക്ക് കൂലി തരും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആ വൃദ്ധന്റെ, ആ ജന്മനാ കുരുടനായ വൃദ്ധന്റെ ആ വിഷമാവസ്ഥ കണ്ട് കുട്ടിക്ക് സങ്കടം തോന്നി, സഹതാപം തോന്നി. കയ്യിലുള്ള നെയ്യപ്പം ആ വൃദ്ധന് കൊടുക്കുകയാണ് ചെയ്തത്. അന്നേരം വൃദ്ധന്റെ സ്നേഹവുമുണ്ട്, എന്നാൽ കുഞ്ഞിന് അതിനേക്കാൾ ഏറെ സ്നേഹമുള്ള കുഞ്ഞിന്റെ സ്നേഹം കൂടിയാണ് ഈ കവിതയിൽ പ്രകടമായിരിക്കുന്നത്. കുഞ്ഞുങ്ങളിൽ സ്നേഹം, കരുണ, ആർദ്രത, ദയവ് തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാകാൻ പര്യാപ്തമായ ഒരു കവിതയാണിത്.